ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ഐറ്റമായിട്ട് വന്നിട്ട് നെയ്പത്തിരി കേട്ടോ. അതിന് വേണ്ടി നമ്മൾ പാത്രത്തിൽ 2 കവർ നമ്മൾ പുട്ടുപൊടി എടുക്കുന്നുണ്ട്. അത് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം, കേട്ടോ, ഗ്ലാസ് അല്ല കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം. ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയത്, പെരിഞ്ചീരകം, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കേട്ടോ, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നന്നായിട്ട് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് അതിനെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്പത്തിരി ഇല്ല, അപ്പം നെയ്യ് നമുക്ക് ആവശ്യത്തിന് വേണം. ഒരു 3-4 സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു 3-4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അതിന് കഴിഞ്ഞ ശേഷം ഓരോ ബോളാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബോളാക്കി വെച്ചതിന് ശേഷം നമുക്ക് പരത്താനുള്ള പ്ലാനിലോട്ട് പോകാം. അതിനുവേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് നെയ്യ് തടവിയതിനു ശേഷം അതിൽ ഒരു ബോൾ എടുത്ത് വെച്ച് അത് ജസ്റ്റ് ഒന്ന് പരത്തുമ്പോഴേക്കും അതിൻ്റെ പുറത്തൊരു വേറൊരു കവറും കൂടെ വയ്ക്കുന്നുണ്ട്. ഒട്ടി പിടിക്കാതിരിക്കുന്ന സെറ്റാക്കി കിട്ടുന്നത്. ഇതേപോലെ ഓരോ റൗണ്ടായിട്ട് നമ്മൾ അങ്ങനെ ഓരോന്ന് പരത്തിയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നേരെ ഒരു കടായി വെച്ച് അതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു വെളിച്ചെണ്ണ കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് അപ്പോഴേക്ക് തന്നെ ഈ നെയ്പത്തിരി ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതിനപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതേപോലെ പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെ മുറിച്ച് നോക്കുമ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടോ ഏതായിട്ട് വേണോ യൂസ് ചെയ്യും. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.